ഹലോ ആൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിൽ കുറേ ലോട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. അതുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത്. മറക്കാതെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സുകൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ഒരു ഫാമിലി ട്രിപ്പാണ് ടു അതിരപ്പിള്ളി വാട്ടർഫാൾസ്. തീർച്ചയായും ഓൾ ഓവർ ദ വേൾഡ് മിക്കവാറും എല്ലാവർക്കും ഈ ഫാൾസിനെ കുറിച്ച് നല്ലൊരു ഐഡിയ തന്നെ ഉണ്ടാവും. കേരളത്തിൽ തീർച്ചയായും പറയേ വേണ്ട. മാക്സിമം ഒരുപാട് ആൾക്കാർ നിരന്തരം നമുക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്, മോസ്റ്റ്ലി ഇൻ ദ വെക്കേഷൻസ് ടൈം. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഇട്ടു, ഒന്ന് സൺഡേ ഒക്കെ അല്ലേ, ശരി അപ്പോൾ നമുക്കൊന്ന് വിസിറ്റ് ചെയ്താലോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ തോന്നുകയാണ് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം, ലോങ് ട്രിപ്പൊക്കെ ഒന്ന് അടിക്കണം. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത പ്ലേസാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. അന്ന് നമുക്കത് പോയി നോക്കിയാലോ. എൻ്റെ കൂടെ നിങ്ങളും പോരേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലാണ് പോകുന്നത് നമ്മൾ. നല്ല അത്യാവശ്യം സൺഡേ ആയാലും നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിൽ. അതിനൊപ്പം തന്നെ നല്ല ക്ലൈമറ്റ്. ഇങ്ങനെ മഴ വരുമോ വരില്ലേ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ക്ലൈമറ്റിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത, സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാമിലി ട്രിപ്പല്ലേ, അപ്പോൾ തീർച്ചയായും നല്ല എൻജോയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് അവിടെയൊക്കെ നല്ല നല്ല റിസോർട്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടേ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് നല്ല അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ ആടി റീൽസൊക്കെ എടുത്ത് കുറേ നമുക്ക് നല്ലോണം ഫൺ ചെയ്തിട്ട് വേണം ഇന്ന് വരാനായിട്ടെന്ന്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ പോലെ നടക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ബിക്കോസ് നത്തിങ് ഇൻ അവർ ഹാൻഡ്, എസ്പെഷ്യലി ദ ലൈഫ് ഇസ് അൺപ്രഡിക്റ്റബിൾ ഈച്ച് ആൻഡ് എവറി ഡേ. സോ ഒന്നും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇത് മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയുണ്ട്. പോണോ വേണ്ടിയോ, വെറുതെ കിടക്കണ വല്ലാവലിയിൽ പോയി ചാടി നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരണോ എന്നൊക്കെ സംശയമുണ്ട്. അന്നാളൊന്ന് ഇറങ്ങിക്കൂടി ശരി, ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലോ. കുറേ ദിവസങ്ങളായില്ലേ ഒന്ന് പോയിട്ട്, അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. പിന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ദാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തു രസം അറിയോ. അയ്യോ, നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നിങ്ങനെ നല്ല ചൂട് ചായയും നല്ല ഒരു മുറിഞ്ഞ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ ആഗ്രഹം. പക്ഷേ ഇനിയും ഒരു നല്ലൊരു സ്ഥലം കണ്ട് കിട്ടിയിട്ടില്ല നമുക്ക് ഇരുന്ന് കഴിക്കുന്ന പോലെ. ഫാമിലിയൊക്കെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സിംഗിളോ ഡബിൾസോ ഒക്കെ ആണെങ്കിൽ പോലും ജസ്റ്റ് നമുക്കൊന്ന് ഇറങ്ങിയാണ് കഴിച്ചിട്ട് പോകാം. പക്ഷേ ഫാമിലി ആയിട്ട് വരുമ്പോൾ അതൊരു പ്രത്യേകത അല്ലേ. അപ്പോൾ തീർച്ചയായും നമുക്ക് നല്ല സ്ഥലം തന്നെ വേണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു തട്ടുകടയോ ഹോട്ടലോ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസം കേട്ടോ. അതിരപ്പള്ളിയെക്കുറിച്ച് പറയണമെങ്കിൽ പണ്ട് നമ്മൾ വളരെ ചെറിയ കുട്ടിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അപ്പൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് ആക്ച്വലി അതിരപ്പള്ളിയിൽ. അപ്പോൾ നല്ല രസമല്ലേ നമുക്ക്. പക്ഷേ നമുക്ക് ആ സമയത്ത് അങ്ങനെ ഫാൾസിലിറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല മോസ്റ്റ്ലി. ബിക്കോസ് ഇറ്റ്സ് എ ഹെവി, ഭയങ്കര ഹെവി റെയിൻഫോൾസ് ഉണ്ടാവും. പിന്നെ നല്ല ലോഡായിരിക്കും വെള്ളമൊക്കെ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേടിയാട്ടോ. അയ്യോ, നമ്മൾ വാട്ടിനടുത്തേക്കേ വരില്ല, അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇറങ്ങി കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഫാൾസിലൊക്കെ തീരെ ചാൻസസേ ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോസ്റ്റ്ലി അവിടുത്തെ റിവറിലാണ് പോയിട്ടുള്ളത്. പുഴയെന്ന് പറയില്ല നമ്മൾ, പുഴയിലാണ് ഞങ്ങൾ ഒരുപാട് വട്ടം ചെറുപ്പത്തിലേ പോയി കുളിക്കാറുള്ളത്. അപ്പോഴൊക്കെ മോസ്റ്റ്ലി വെക്കേഷൻസിലൊക്കെ നമ്മൾ പോവായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ നമുക്ക് മാക്സിമം ടൈം കിട്ടാറില്ല. നമുക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഒഴിവുള്ളപ്പോൾ മറ്റൊരാൾക്ക് ഒഴിവുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ മറ്റൊരാൾക്ക് ഫ്രീ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും ആക്ച്വലി. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാണ്. പിന്നെ വിചാരിക്കും ഇപ്പോൾ നമ്മൾ ഒരു ഫെബ്രുവരിയിൽ പ്ലാൻ ചെയ്തതാണ് ആക്ച്വലി. പക്ഷെ അപ്പോൾ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മഴയൊന്നും ഇല്ലല്ലോ, സമ്മർ സീസണില്ലേ. അപ്പോൾ വെയിലത്ത് പോയിട്ട് വെറുതെ പാറ കണ്ടിട്ട് വന്നിട്ട് എന്താ ചെയ്യാനാ പറഞ്ഞ് ഞങ്ങൾ ക്യാൻസലാക്കിയതാണ് ഈ ട്രിപ്പ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൂടെ ആവട്ടെ എന്ന് വെച്ചപ്പോഴാണ്
ഓക്കെ ജൂണിൽ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും കഴിഞ്ഞില്ല. അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ശരി എന്തായാലും ഇന്ന് പോയി തന്നെ ആവണം. അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ്. മേജറായിട്ട് ഞാൻ തന്നെയാണ് പിടിവാശി പിടിച്ചത് ട്ടാ. ബിക്കോസ് എനിക്ക് ഇത് എപ്പോഴാണ് വെച്ച് പോവാണ്. നമ്മൾ ഫെബ്രുവരിയിൽ പറഞ്ഞു, ജൂണിൽ പറഞ്ഞു, പിന്നെ ഇപ്പോൾ ജൂലൈ ആയി. ഇനി വിട്ട റെയിനി സീസൺ കഴിയുമ്പോൾ പറയും ഇനി വിൻ്റർ സീസണായി, ഇനി പോക്ക് നടക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഇന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങിയിരിക്കണേ. അതുകൊണ്ട് തന്നെ ഒന്നും അത്യാവശ്യം ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രമേ കരുതി കുട്ടീനെ ഇറങ്ങി പോയിരിക്കുകയാണ് നമ്മൾ. ഇനി അവിടെ പോകുമ്പോൾ കുടിക്കണോ, ഡ്രസ്സൊക്കെ മാറേണ്ടി വരുമോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഓക്കെ എനിവേ ലൈഫ് അങ്ങനെയല്ലേ, പോകുന്ന വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. സോ വി ആർ ഓൾസോ ഗോയിങ് ഓൺ ദ വേ. സോ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ദൈവഭാഗ്യം കുരുത്തം എന്നൊക്കെ പറയാം. മഴയൊന്നും പ്രത്യേകിച്ചിട്ട് ഇതുവരെയ്ക്കും പെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് വഴി ഇങ്ങനെ ക്രോസ്സായി വന്നു കഴിഞ്ഞു കേട്ടോ. ഇതുവരെയ്ക്കും വലിയ മഴയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു ഈ ഈ കാലത്തെ എന്താ പറയണ സഡൻലി നമുക്ക് വന്ന ഒരു ക്രഷാണ് ഈ റംബൂട്ടാൻ. ഇപ്പോൾ കുറേ ആയിട്ട് കേൾക്കണ് റംബൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റംബൂട്ടാൻ ഒരു വട്ടം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്നോ രണ്ടോ ടേസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ടേസ്റ്റസ് ഒന്നും. അത് ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ. പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സിനോടൊന്നും താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് കിട്ടിയപ്പോൾ ടേസ്റ്റ് നോക്കിയെന്നല്ലോ. പക്ഷെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ റംബൂട്ടാൻ. അയ്യോ എന്താ ഇത്ര പ്രത്യേകത എന്നറിയില്ല. മേ ബി സീസൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ അതിരപ്പള്ളി പോണ വഴിക്കൊക്കെ ചാലക്കുടി ആ ഭാഗമൊക്കെ മൊത്തത്തിൽ റംബൂട്ടാൻ അത്ര. അപ്പം അത് തന്നെ ഭയങ്കര സെയിൽസ് എന്നാണ് പറയുന്നത്, റംബൂട്ടാൻ സെയിൽസ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ. നമുക്കിപ്പോൾ ഈ ഫോൾസ് കാണുക മാത്രമല്ല നമ്മുടെ ഒരു ഗോൾ. ഈ ട്രാവൽ പൊതുവേ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യാനാണെങ്കിലും നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ കാട്ടിലും ആ ട്രാവലിംഗ്, അതിൽ നടക്കുന്ന മൊമെൻറ്റ്സ്, അതിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ത്രില്ല് നമ്മൾ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ ഒരുപാട് ത്രില്ലടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുക. ഐ ജനറലി ലൈക്ക് ടു, എനിക്കിങ്ങനെ പോകുമ്പോൾ രണ്ട് ഭാഗത്തും കുറേ കാഴ്ചകൾ, സീനറീസ്, വീടുകൾ. കേരളത്തിൽ പറയേ വേണ്ട, മാക്സിമം ദ ഹൗസസ് ആർ, ഓ മൈ ഗോഡ്, കൺസ്ട്രക്റ്റഡ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് പോവാനും. പിന്നെ കേരളാസിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ഗ്രീനിഷ്, ഇറ്റ്സ് എ നേച്ചുറൽ അല്ലേ. ഒരുപാട് നമുക്ക് ട്രീസ് ഉണ്ട്, മരങ്ങളൊക്കെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ വീശി പോകും. അത് പ്രത്യേകിച്ച് കാറിലൊക്കെ പോകുമ്പോഴേ, ഓപ്പണായിട്ടൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. അത് ഈ റെയിനി സീസണിലൊക്കെ പറയേ വേണ്ട. തീർച്ചയായും നിങ്ങൾ എവിടെയെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ, പക്ഷേ വളരെ സേഫായിട്ട് വേണം നമുക്ക് അതിരപ്പള്ളിക്ക് പോവാൻ. നോട്ട് ഓൺലി അതിരപ്പള്ളി, ഏത് ഫോൾസിലേക്ക് പോവുകയാണെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ എന്ത് പറയേണ്ടത്, നമുക്ക് വളരെ വളരെ കെയർഫുള്ളായിട്ടും സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് വേണം തീർച്ചയായിട്ടും നമ്മൾ പോകേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇല്ലെങ്കിൽ എൽഡർലി പീപ്പിൾ, അച്ചാച്ചൻ അച്ചമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ വളരെ വളരെ കെയർഫുള്ളായിട്ട് മാത്രം വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട്. പിന്നെ നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ ഈ പൊതുവെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ലോണം വഴുക്കളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മളിത് കണ്ടില്ല, ഇത് പറഞ്ഞ് ഞാൻ റംബൂട്ടാൻ പോയതേ കണ്ടില്ല. അയ്യോ ഒരുപാട് റംബൂട്ടാൻ ഉണ്ട് ഈ ഭാഗത്ത്. ചാൻസേ ഇല്ല. നിറയെ ഇങ്ങനെ സൈഡിൽ ചെറിയ ചെറിയ കടകൾ പോലൊക്കെ ഇട്ടിട്ട് റംബൂട്ടാൻ ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്, ഇറങ്ങി വാങ്ങണമെന്നുണ്ട്. പിന്നെ വേണ്ട, ഇങ്ങൊരു ദിവസം വാങ്ങാമെന്ന് വെച്ചാൽ ഇറങ്ങി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് സമയം വൈകി. ഓൾറെഡി നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. ഇനി അവിടേക്ക് എത്തിയിട്ട് പിന്നെ നമുക്ക് കുറച്ചൊക്കെ കറങ്ങണ്ടേ. പോയിന്ന് തണുത്തത് കുളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. ചിലപ്പോൾ നമ്മൾ വള്ളത്തിലിറങ്ങി കളിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് വഴങ്ങിയിട്ട് റിസോർട്ടിലൊന്ന് സ്റ്റേ ചെയ്യണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിത് എന്തൊക്കെ നടക്കുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക്
ഓ മൈ ഗോഡ്. ഒരു പൗസ്, ഞാനിപ്പോൾ തിരിച്ചു വരാമേ. ചെറിയൊരു ഇതുണ്ട് ഇവിടെ. ഓ സോറി ഗൈസ്, ചെറിയൊരു അബദ്ധത്തിൽ പറ്റിയിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ ക്യാൻസലായിരിക്കുകയാണ്. ഓ എനിക്കത് വല്ലാത്ത വിഷമമുണ്ട്. ബിക്കോസ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് പുറപ്പെട്ട ട്രിപ്പായിരുന്നു. പക്ഷെ സഡൻലി ഇവിടെ വെച്ച് നിർത്തേണ്ടി വരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് ഞാൻ ഇപ്പം എനിക്ക് പറയാൻ കഴിയാത്ത സിറ്റുവേഷനിലാണ്. പക്ഷേ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇത് വരുന്നത് കേട്ടോ. പാർട്ട് 2 ഞാൻ തീർച്ചയായും ഇതിനെക്കുറിച്ച് ഞാൻ പറയാം, എന്താണ് സംഭവം നടന്നതെന്ന്. താങ്ക് യു ഗൈസ്. ഇത്രയും സമയം കൂടെ നിന്ന് വളരെ നന്ദി. താങ്ക് യു. നമുക്ക് എന്നാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം, പാർട്ട് 2. ബൈ.